എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 നിർണായകമായ 48ാം പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കിയിരിക്കുകയാണ്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ചെന്നൈ ബൌളർമാരുടെ കൃത്യതയാർന്ന പന്തുകൾക്ക് മുന്നിൽ ഡൽഹിക്ക് വലിയ സ്കോർ കണ്ടെത്താനായില്ല. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസാണ് ഡൽഹിക്ക് നേടാനായത്. ഡൽഹി നിരയിൽ 24 പന്തിൽ നിന്ന് 4 കൂറ്റൻ സിക്സറുകളടക്കം 40 റൺസെടുത്ത സമീർ റിസ്വിയാണ് ടോപ്പ് സ്കോററായത്. പതും നിസ്സംഗ 19 റൺസ്, KL രാഹുൽ 12 റൺസ്, നിതീഷ് റാണ 15 റൺസ്, കരുൺ നായർ 13 റൺസ്, ക്യാപ്റ്റൻ അക്സർ പട്ടേൽ 2 റൺസ്, വാലറ്റത്ത് ആശുതോഷ് ശർമ്മ വെറും 5 പന്തിൽ 2 സിക്സറുകളടക്കം 14 റൺസെടുത്ത് പുറത്തായി. ചെന്നൈക്കായി അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദ് 3 ഓവറിൽ 22 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തി. വെസ്റ്റ് ഇൻഡീസ് താരം അഖിൽ ഹൊസൈൻ 4 ഓവറിൽ വെറും 19 റൺസ് മാത്രം വിട്ടുനൽകി 1 വിക്കറ്റെടുത്തു. മുകേഷ് ചൌധരി, ഗുർജിപ്നീത് സിംഗ്, ജാമി ഓവർട്ടൺ എന്നിവരും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി ചെന്നൈ ബൌളിംഗിൽ കരുത്തായി. അൻഷുൽ കമ്പോജ് 4 ഓവറിൽ 49 റൺസ് വഴങ്ങിയെങ്കിലും ചെന്നൈ ബൌളർമാർ ഡൽഹിയെ പിടിച്ചുകെട്ടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈയുടെ തുടക്കം അല്പം പാളിയെങ്കിലും മലയാളി താരം സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി ഡൽഹിയുടെ അന്തകനാവുകയായിരുന്നു. സ്കോർ 11 റൺസിൽ നിൽക്കെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് വെറും 6 റൺസെടുത്ത് പുറത്തായി. തൊട്ടു പിന്നാലെ 9 പന്തിൽ 2 സിക്സറുകളടക്കം 17 റൺസ് നേടിയ ഉർവിൽ പട്ടേലും മടങ്ങിയതോടെ ചെന്നൈ ഒന്ന് പതറി. എന്നാൽ പിന്നീട് ക്രീസിലൊന്നിച്ച സഞ്ജു സാംസണും കാർത്തിക് ശർമ്മയും ചേർന്ന് ഡൽഹി ബൌളർമാരെ നിലംപരിശാക്കി. വെറും 52 പന്തിൽ നിന്ന് 7 ഫോറും 6 സിക്സറുമടക്കം പുറത്താവാതെ 87 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. സഞ്ജുവിന് മികച്ച പിന്തുണ നൽകിയ കാർത്തിക് ശർമ്മ തുടർച്ചയായ 2ാം മത്സരത്തിലും ബാറ്റിംഗിൽ കസറി. 31 പന്തുകൾ നേരിട്ട യുവതാരം 4 ഫോറും 2 സിക്സറുമടക്കം പുറത്താവാതെ 41 റൺസ് നേടി. വെറും 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ 159 റൺസെടുത്ത് വിജയമുറപ്പിച്ചു. ഡൽഹിക്കായി അക്സർ പട്ടേലും ലുങ്കി എൻഗിഡിയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ഈ വിജയത്തോടെ 10 പോയിന്റുമായി ചെന്നൈ പട്ടികയിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി. ഇപ്പോൾ തലപ്പത്തുള്ള പഞ്ചാബ് കിങ്സിനേക്കാൾ വെറും 3 പോയിന്റ് മാത്രം പിറകിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് വെടിക്കെട്ടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.